ആത്മീയ ജീവിതമാണ് അവർ നയിച്ചത്. നമ്മൾ പലപ്പോഴും ആളുകൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു, നോവേന പള്ളികളിൽ പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ട് ആളുകൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്ക് കർത്താവ് എത്രയോ കാരുണ്യവാനാണ്, അവിടെ നിന്ന് നൽകുവാൻ, തൻ്റെ മക്കൾ ചോദിച്ചാൽ നൽകാൻ കാത്തു നിൽക്കുന്നവനാണ്, അങ്ങനെയുള്ളവനാണ് ദൈവം. അങ്ങനെയുള്ള ആ ദൈവത്തിൽ നിന്ന് എന്തുകൊണ്ട് അവർക്ക് ആ നന്മകൾ സാധിച്ചു കിട്ടുന്നില്ല? അല്ലെങ്കിൽ നന്മകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ തിന്മകളും സ്വീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവർ ആസക്തികളോടുകൂടെയാണ് ജീവിച്ചത്. ആസക്തികളോടുകൂടെ ജീവിക്കുമ്പോൾ